3 നേരവും കൊച്ചിക്കാരുടെ വിശപ്പകറ്റാൻ കഴിയുന്ന സമൃദ്ധി ക്യാൻറ്റീൻ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. കടവന്ത്ര ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ ആദ്യ ക്യാൻറ്റീൻ പ്രവർത്തനം തുടങ്ങി. നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ ക്യാൻറ്റീൻ പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള പദ്ധതിയാണ് സമൃദ്ധി. എന്തായാലും സമൃദ്ധമായി ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. ഏറ്റവും നന്നായി ഭക്ഷണ സാധ്യതയുള്ള നഗരം കോഴിക്കോടാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്ന സ്ഥലം ഇപ്പോൾ കൊച്ചിയാണ്. തൊട്ട് പിന്നാലെ മത്സരത്തിനായി തിരുവനന്തപുരമുണ്ട്. വിശപ്പരഹിത നഗരമെന്ന ലക്ഷ്യത്തോടെ കൊച്ചി കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് സമൃദ്ധി അറ്റ് കൊച്ചി. എറണാകുളം നോർത്തിൽ തുടക്കമിട്ട സമൃദ്ധി ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടി. ക്യാൻറ്റീൻ ആവശ്യങ്ങൾക്ക് സമൃദ്ധിയുടെ സേവനം പ്രയോജനപ്പെടുത്താനാണ് GCDയിലെ പുതിയ പദ്ധതി. രുചികരമായ ഭക്ഷണം ഒരു സാധാരണ മനുഷ്യർക്ക് സാധ്യമായ വിലയ്ക്ക് അവർ കൊടുക്കുന്നു. അത് ഈ നഗരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. 200 മുതൽ 300 പേർക്കുള്ള ഭക്ഷണമാണ് കരുതുക. രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ സേവനം ലഭ്യമാകും. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ലഘുഭക്ഷണം, ചായ, കാപ്പി എന്നിവ തുച്ഛമായ വിലയിൽ ലഭിക്കും. ഇവിടെ ഒരു നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് ഒത്തിരി നല്ലതായിരുന്നു. അപ്പം ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഒരു നല്ല ക്യാൻറ്റീൻ ഇല്ലാതെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുകയായിരുന്നു. അപ്പോൾ സമൃദ്ധിയുടെ ക്യാൻറ്റീൻ വന്നപ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. സമൃദ്ധി നഗരം മുഴുവൻ വ്യാപിക്കാനൊരുങ്ങുന്ന അഭിമാനത്തിലാണ് ജീവനക്കാർ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ്, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. മറ്റേ ഏറ്റവും വലുത് ഇവിടുത്തെ സാറുമാരുടെ സപ്പോർട്ട് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വളരെയധികം കെയർഫുള്ളാണ്. ഇവിടെ സമൃദ്ധിയിൽ വർക്ക് ചെയ്യുന്നതിൽ ഒരു ഹാപ്പിയാണ്, പിന്നെ ഒരു സേഫും ആണ്. നഗരത്തിലെ IT സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ക്യാൻറ്റീൻ പ്രവർത്തനം ഏറ്റെടുക്കാനാണ് സമൃദ്ധിയുടെ ആലോചന. കുടുംബശ്രീ പ്രവർത്തകരായ ഒട്ടേറെ വനിതകൾക്ക് ഉപജീവന മാർഗവുമാണ് സമൃദ്ധി. നഗരത്തിലെത്തുന്ന ഒരാൾ പോലും വിശന്നിരിക്കരുതെന്ന പ്രതിജ്ഞാബദ്ധമായ നിലപാടോടുകൂടി ആരംഭിച്ചതാണ് കൊച്ചി കോർപ്പറേഷൻ സമൃദ്ധി അങ്ങനെ നഗരം മുഴുവൻ വ്യാപിക്കാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമാണ് GCDയിൽ കണ്ടത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ അനൂപ് എസ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24. ഈ റിപ്പോർട്ട് ചെയ്ത YS അഭിനന്ദ് അവിടുന്ന് ഭക്ഷണം കഴിച്ചോന്ന് അറിയില്ല. ഭക്ഷണം കഴിച്ചിട്ടുള്ള പല ആൾക്കാരും സമൃദ്ധി കൊള്ളാമെന്നാണ് പറയുന്നത്. K. ചന്ദ്രൻപിള്ളയുടെ മറ്റൊരു ഭരണപരിഷ്കാരം കൊച്ചിയിലെ നിവാസികൾക്ക് വലിയ ഗുണകരമാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. സമൃദ്ധി എല്ലായിടവും പരക്കട്ടെ. കാരണം ഈ അടുത്തിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഡോക്ടർ VP ഗംഗാധരൻ എന്നോട് പറയുമായിരുന്നു, കേരളത്തിൽ ക്യാൻസർ എന്താണ് ഇങ്ങനെ പടരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായി മാറി. നമ്മുടെ ഭക്ഷണക്രമമൊക്കെ നിയന്ത്രിക്കാത്തിടത്തോളം കാലം ക്യാൻസർ നമ്മളെ കാർന്നു തിന്നുമെന്ന് മാത്രമല്ല ഈ കാര്യത്തിൽ നമ്മൾ നമ്പർ 1 ആകും ഇന്ത്യയിൽ എന്ന ഭീഷണി നിലനിൽക്കെയാണ് ഈ സമൃദ്ധി എന്നുള്ള ഭക്ഷണശാല തുറന്നിരിക്കുന്നത്. സമൃദ്ധമായി കൊച്ചിക്കാരെയും കൊച്ചി സന്ദർശിക്കുന്നവരും തീറ്റിപ്പോറ്റട്ടെ. നല്ല ഭക്ഷണം ടേസ്റ്റോടെ വില കുറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി സമൃദ്ധി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല പറ്റുമെങ്കിൽ ഈ കൊച്ചി നഗരത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇത് തുറക്കാൻ K. ചന്ദ്രൻപിള്ള GCD ചെയർമാൻ കഴിയട്ടെ എന്നുകൂടി നമ്മൾ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ശ്രീ K. ചന്ദ്രൻപിള്ളയെ.